ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇത് നമ്മുടെ 18ാമത്തെ പാർട്ടാണ്. എല്ലാവരും കമന്റ് ഇടാൻ മറക്കല്ലേ. നീ ഇതെങ്ങോട്ടാ ഓടണം? എന്റെ കൈ പിടിച്ചിട്ട് ഒന്ന് പതിക്കപ്പോ. തന്റെ കൈ പിടിച്ച് ഓടുന്ന തുമ്പിയെ നോക്കി രേവതി പറഞ്ഞു. എടി വന്നു. അവൾ അത് പറഞ്ഞു ഗേറ്റ് തുറന്ന രേവതിയുടെ കൈ പിടിച്ച് അകത്തേക്ക് ഓടി. വേഗത്തിൽ കോണിപ്പടികൾ കയറി വാതിൽ തുറന്ന് അകത്തേക്ക് പോയ പാർവണിയെ കണ്ട് അവളൊന്നും മനസ്സിലാവാതെ നിന്നു. വീട്ടിലെത്തിയതും പാർവണ ഫോണും കൈപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇതിലെങ്കിലും ഒന്ന് പാസ്സാവണേ എന്റെ മഹാദേവ, എനിക്ക് നീ എക്സാം എഴുതാൻ വയ്യ. വീണ്ടും പാസ്സാക്കി തന്ന ഞാന് നിനക്കൊരു 101, അല്ലെങ്കിൽ വേണ്ട 10 തേങ്ങ ഉടയ്ക്കാം. പ്ലീസ് ഒന്ന് പാസ്സാക്കി തരണേ. നിനക്കെന്താടി പറ്റിയേ? ഒറ്റയ്ക്കിന്ന് സംസാരിക്കുന്ന പാർവണിയെ നോക്കി രേവതി ചോദിച്ചു. സപ്ലി റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് നന്ദിയുടെ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് നീ റിസൾട്ട് നോക്കിയാ? ഇല്ല, കിട്ടണില്ല, സെർവർ ബിസിയാണ്. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ നീ പോയി കുളിച്ച് ഫ്രഷ് ആയി വാ, ഞാൻ ചായ എടുത്ത് വെക്കാം. അത് പറഞ്ഞ രേവതി അടുക്കളയിലേക്ക് പോയി. അങ്ങനെ പറഞ്ഞെങ്കിലും രേവതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പാർവണ പോയി ഫ്രഷായി വന്നപ്പോഴേക്കും രേവതി ചായ എടുത്തു വെച്ചിരുന്നു. പക്ഷെ പാർവണയ്ക്ക് ടെൻഷൻ ഉള്ളത് കൊണ്ട് ഒരു തുള്ളി പോലും വായിൽ നിന്നിറങ്ങിയില്ല. ചായ കുടിച്ചു കഴിഞ്ഞ് അവൾ വീണ്ടും ഫോണിലിരുന്ന് നോക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും താൻ കാത്തിരുന്നു ഫോണിന്റെ ഡിസ്പ്ലേ തിരിഞ്ഞു വന്നു. അവൾ നേരെ താടിക്കും കൈ കൊടുത്ത് ചെയറിലിരുന്നു. എന്താടി റിസൾട്ട് വന്ന? കിട്ടിയില്ലേ ഇത്ര നേരമായിട്ടു? കിട്ടി, അവൾ എങ്ങോട്ടോ നോക്കി പറഞ്ഞു. എന്നിട്ട്? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. എന്നിട്ടെന്താ കുന്തമ്മ, എനിക്ക് പിന്നെ സപ്ലി? അപ്പൊ പാസ്സായില്ലേ? ഇല്ല, ഈ സപ്ലി എഴുത്ത് എനിക്ക് ഏത് കാലത്താണോ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുക. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് നേഴ്സാവാൻ, അവൾ മുകളിലേക്ക് നോക്കി പറഞ്ഞു. നീ വിഷമിക്കാതെ, ഒന്നുകൂടെ ശ്രമിച്ചാ കിട്ടും. രേവതി അവിടെ സമാധാനിപ്പിച്ചു. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, നീ ഫുൾ പാസ്സാണല്ലോ. എനിക്കൊന്നും വയ്യ നീ എക്സാം ഒന്നും എഴുതാൻ. ഒരടിന്ന് വെച്ചെന്നുണ്ടല്ലോ, മര്യാദക്ക് ഇരുന്നു ഇന്ന് മുതലും അടിക്കാൻ നോക്കിക്കോ. ഈ അടുത്ത് തന്നെ എക്സാം ഉണ്ടാവും. അത് പറഞ്ഞ് രേവതി അടുക്കളയിലേക്ക് പോയി. പാർവണി വിളിച്ചുകൊണ്ട് അവൾക്ക് പിന്നാലെ അടുക്കളയിലേക്ക് പോയി. രേവതി രാത്രിയിലേക്കുള്ള ചപ്പാത്തിക്ക് വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ പച്ചക്കറി കട്ട് ചെയ്യായിരുന്നു. പാർവണ നേരെ സ്ലാബിന് മുകളിൽ കയറിയിരുന്ന് രേവതി കട്ട് ചെയ്യാൻ വെച്ച് ക്യാരറ്റ് കഴിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കോ? പാർവണ കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. എന്തേ? അത് പിന്നെ? ഏത് പിന്നെ? നീ എനിക്ക് വേണ്ടി വെറുതെ വെയിറ്റ് ചെയ്യണ്ട. നീ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറ്. എനിക്ക് വേണ്ടി എന്തിനാ നിന്റെ ഫ്യൂച്ചർ കളയണ്? ഇപ്പൊ നീ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു. ഇനി ഇങ്ങനെ പറഞ്ഞ നിന്റെ ലൈസൻസ് ഇല്ലാത്ത നാവ് ഞാനങ്ങ് മുറിച്ചു കളയും. കയ്യിലുള്ള കത്തി പാർവണയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് രേവതി പറഞ്ഞു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാലേവോ, എന്റെ സപ്ലിയൊക്കെ കഴിഞ്ഞ് എപ്പോ സർട്ടിഫിക്കറ്റ് കിട്ടാനാ? നീ വെറുതെ ഇവിടെ ഇരുന്ന സമയം കളയാതെ പോയിരുന്നു പഠിച്ചേ. ബുക്കില്ലാതെ ഞാൻ എന്താ ആകാശത്ത് നോക്കി പഠിക്കണ? പാർവണ പുച്ഛത്തോടെ ചോദിച്ചു. ബുക്കല്ലേ, അത് നമുക്ക് നാളെ വാങ്ങാം. ഇനി വീട്ടിൽ പോയി പഴയ ബുക്ക് എടുക്കാൻ നിന്ന റിസൾട്ട് വന്നത് അമ്മയും അച്ഛനെല്ലാം അറിയും. തൽക്കാലം അവരറിയണ്ട. നീ ആയിട്ട് ഇനി പറയാനും നിൽക്കണ്ട. ഇല്ല, ഞാൻ പറയണില്ല, അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാ എന്റെ പൊന്നുപോള് പോയി വിളക്ക് വെക്കാൻ നോക്ക്, നേരെ സന്ധ്യയായി. അത് പറഞ്ഞ് പാർവണ വിളക്ക് വെക്കാനായിട്ട് പോയി. വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞ് പാർവണ TV വെക്കാൻ നിന്നപ്പോഴാണ് ടേബിളിന് മുകളിൽ ഇരിക്കുന്ന ഒരു എൻവലപ്പ് പാർവണ കണ്ടത്. ദേവു, ഇതെന്താ? അവൾ അത് കയ്യിലെടുത്ത് അടുക്കളയിൽ നിന്നും ദേവിനോട് ചോദിച്ചു. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം, അടുക്കളയിൽ നിന്ന് രേവതി പറഞ്ഞു. കുറച്ചു നേരം പാർവണ അത് കയ്യിൽ വെച്ച് നിന്നെങ്കിൽ ആകാംക്ഷ സഹിക്കാൻ പറ്റാതെ അവൾ എടുത്ത് തുറന്നു വായിച്ചു. അത് കണ്ട് പാർവണയുടെ കണ്ണുകൾ വിടർന്നു. അവൾ ആ എൻവലപ്പുമായി അടുക്കളയിലേക്ക് ഓടി. പാർവണ അതിനുള്ളിലെ പേപ്പർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇത് സർവന്നല്ലേ? ഇതെന്താന്ന് തുറന്നു നോക്കുന്നതിന് മുമ്പ് തുമ്പിയനെ പിടിച്ചു പോലെ ചോടിയില്ലേ? ഇവിടെ എത്തിയപ്പോ അത് ടേബിളിൽ വെച്ചിരുന്നു, പിന്നീട് ആ കാര്യം മറന്നു. ചപ്പാത്തിക്ക് കുഴച്ചുകൊണ്ടിരിക്കുന്ന രേവതി വേഗം കൈ കഴുകി പാർവണിയുടെ കയ്യിലുള്ള എൻവലപ്പ് വാങ്ങി നോക്കി. അതിലുള്ളത് കണ്ട്
രേവതിക്ക് വിശ്വാസം വരാതെ പാർവണിയുടെ മുഖത്തേക്ക് അന്തം വിട്ട് നോക്കിയിരിക്കാണ്. നീ എന്താ പോയെന്നാണ് പോലെ നിൽക്കണേ? പാർവണ രേവതിയുടെ നിൽപ്പ് കണ്ട് ചോദിച്ചു. എനിക്കിത് വിശ്വാസം വരുന്നില്ല തമ്പി. രേവതി വിശ്വാസം വരാതെ പറഞ്ഞു. സത്യടി, നിന്റെ ദേവസാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്ത ലെറ്ററാണിത്. നാളെ മുതൽ നീ സിആറിന്റെ പി ആണ്. പാർവണ സന്തോഷത്തോടെ പറഞ്ഞു. സാറെന്തിനാ എന്നെ പി ആക്കിയത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. അതിപ്പോ ചോദിക്കാനുണ്ടാ? നിന്റെ ഈ ബുദ്ധിയും കഴിവും സൗന്ദര്യ സ്വഭാവം എല്ലാം കണ്ടിട്ടാന്ന് പറയാൻ ഞാനൊരു മരമണ്ടി ആയിരിക്കണം. വേറെ ആരെങ്കിലും കിട്ടാനില്ലാത്തോണ്ട് മാത്രമായിരിക്കും നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ പി ആക്കുവോ? പാർവണ കള്ളച്ചിരിയോടെ പറഞ്ഞു റൂമിലേക്ക് ഓടി. ഫോണ് റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ശിവ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. സമയം നോക്കിയപ്പോൾ 2 മണി കഴിഞ്ഞിരുന്നു. അമ്മയുടെ കോളാണെന്ന് കണ്ടതും അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. എന്താ അമ്മ ഈ സമയത്ത്? അവൻ പരിഭവത്തോടെ ചോദിച്ചു. മോനെ, നീ വേഗം ഇവിടേക്ക് എത്തണം. രാമച്ചന് തീരെ വയ്യ. എനിക്കെന്താ പേടി തോന്നുന്നു. മറുഭാഗത്തുനിന്നു അമ്മ പറയുന്നത് കേട്ട് അവൻ വേഗം ബെഡിൽ നിന്നും ചാടി എണീറ്റു. ഡ്രസ്സ് പോലും മാറാൻ നിൽക്കാതെ കാറിന്റെ കീ എടുത്ത് ശിവ പുറത്തേക്ക് നടന്നു. ദേവ ഒരുപാട് നേരം വൈകിയാണ് വീട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അവനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ ശിവയ്ക്കും തോന്നിയില്ല. അവൻ പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കാറെടുത്ത് വീട്ടിലേക്ക് പോയി. ശിവ വീട്ടിലെത്തിയതും അവനെ കാത്തു നിൽക്കുന്ന പോലെ അമ്മ മുറ്റത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ശിവയെ കണ്ടത് അമ്മയ്ക്ക് പാതി ആശ്വാസമായി. ശിവ വേഗം അകത്തേക്ക് കയറി രാമച്ചന്റെ മുറിയിലേക്ക് നടന്നു. ശിവ ഡോർ തുറന്ന് അകത്തേക്ക് വന്നതും കട്ടിലിൽ കിടക്കുന്ന ആ മനുഷ്യന്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. ശിവ വേഗം തന്നെ കബോർഡിൽ നിന്നും സ്റ്റെതസ്കോപ്പ് എടുത്ത് രാമച്ചന്റെ അരികിലിരുന്നു. ശിവ ഒന്ന് പരിശോധിച്ചതിന് ശേഷം രാമച്ചന്റെ മരുന്നുകൾ സൂക്ഷിക്കുന്ന ബോക്സ് എടുത്ത് അതിൽ നിന്നൊരു ടാബ്ലറ്റ് എടുത്ത് രാമച്ചനെ കഴിപ്പിച്ചു. BP ലോ ആയതാ, ഇപ്പൊ പേടിക്കാനൊന്നുമില്ല, ഞാൻ ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. പരിഭ്രമിച്ച് നിൽക്കുന്ന അമ്മയോടായി ശിവ പറഞ്ഞു. അത് കേട്ടത് അമ്മയ്ക്കും സമാധാനമായി. രാമച്ചനെ നോക്കാൻ നിൽക്കുന്ന ആ ഹോം നേഴ്സ് അവിടെ? ശിവ ദേഷ്യത്തോടെ ചോദിച്ചു. ആ കുട്ടി നാട്ടിൽ പോയിരിക്കാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് രാമേട്ടന്റെ മുറിയിൽ വന്ന് നോക്കും. കുറച്ചു മുമ്പ് വന്ന് നോക്കിയപ്പോ ഏട്ടൻ ആകെ അവശനായിട്ട് കിടക്കണ കണ്ടേ. അപ്പൊ തന്നെ ഞാൻ നിന്നെ വിളിച്ചു. അമ്മ ചെറിയൊരു പേടിയോടെയാണ് അത് പറഞ്ഞത്. ഇനി മുതൽ ആ നേഴ്സിനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്ക്. ഞാൻ പുതിയൊരാളെ ഏർപ്പാടാക്കിക്കൊണ്ട്. ശിവ ഉയർന്നു വരുന്ന ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ പോയി കിടന്നോളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ശിവ രാമച്ചന്റെ അടുത്തുള്ള ചെയർ വലിച്ചിട്ടിരുന്നുകൊണ്ട് പറഞ്ഞു. മോന് നാളെ ഓഫീസിൽ പോകേണ്ടതല്ലേ, അമ്മ ഇവിടെ ഇരുന്നോളാം. വേണ്ടമ്മ, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല, അമ്മ പോയി കിടന്നോ. അത് പറഞ്ഞ് രാമച്ചൻ കിടക്കുന്ന റൂമിന്റെ വാതിൽ അവൻ ചാരി തിരിച്ച് രാമച്ചന്റെ അടുക്കൽ വന്നിരുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവരും കമന്റ് ഇടാൻ മറക്കല്ലേ. ബൈ, താങ്ക് യു.